പൂജ. പൂജയോ? സോറി, ഞാൻ പൂജയല്ല. നീ എന്നെ കളിയാക്കും? നിങ്ങൾക്ക് ആള് തെറ്റിയതാ. എന്റെ പേര് സ്നേഹ എന്നാ. കഴിഞ്ഞ 1.5 വർഷക്കാലം ഞാൻ നിന്നെ തേടി നടക്കുകയാണ്. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നത് എന്നെ തേടിയ, എന്റെ പൂജയെ തേടി. ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും, വെറുതെ എന്നെ ശല്യം ചെയ്തത്. ഇത്ര നാള് പ്രേമിച്ച് നടന്നിട്ട് നിനക്ക് ഇങ്ങനെയാകാൻ എങ്ങനെ കഴിഞ്ഞു പൂജ? പൂജ പൂജ പൂജ, എനിക്ക് നിങ്ങൾ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? പൂജ, നീ എവിടെ വിളിച്ചാലും നിന്റെ വേഷവും പേരും മാറിയാലും ഞാൻ അവിടെ എത്തും പൂജ. ഞാൻ പൂജ അല്ലെന്ന് പലവട്ടം നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങൾ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? പൂജ, നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? നിന്റെ ഓർമ്മകൾ നശിച്ചോ? കഴിഞ്ഞ കാലങ്ങളൊക്കെ നീ മറന്നോ? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ ഓർമ്മകൾക്കാ കുഴപ്പം. പൂജ, നിന്റെ എത്ര ഭാവങ്ങൾ എന്റെ ക്യാമറ കണ്ണുകൾ പിടിക്കുന്നു. എത്ര കമ്പനികളുടെ പരസ്യ ചിത്രങ്ങളിൽ നിന്റെ ശരീരത്തിന്റെ വശ്യ സൗന്ദര്യം ഞാൻ ഒപ്പിയെടുത്തു. എന്നെ അപമാനിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ, അതോ നിങ്ങൾ ഭ്രാന്ത് പുലമ്പുന്നതാണോ? പൂജ, നീ ഒരു മോഡൽ ഗേൾ മാത്രമല്ല, മികച്ച ഒരു അഭിനേത്രി കൂടിയാണ്. യമുനാ നദിയുടെ തീരത്ത് താജ്മഹലിന്റെ ഭംഗി ആസ്വദിച്ച് നീ എന്നോട് ചോദിച്ചു, ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ച പ്രേമകുടീരം പോലെ നിനക്ക് വേണ്ടിയും നിർമ്മിക്കുമോ എന്ന്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, നീ എല്ലാം കേൾക്കണം. യാത്രകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന നീ എന്റെ കൂടെ എവിടെയെല്ലാം വന്നു. കന്യാകുമാരിയിൽ ഉദയം കണ്ടതും കോവളം കടൽ തീരത്ത് അസ്തമയം കണ്ടതും എന്റെ മാറിൽ ചേർന്ന് നിന്നായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ ജീവിതം നിങ്ങൾ തകർക്കരുത്. നീ എന്നിൽ നിന്ന് ഓടി കളിക്കുവാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തു? ജീവനേക്കാൾ ഉപരി എന്നെ സ്നേഹിച്ചിരുന്ന എന്ന തെറ്റ്. കാശ്മീരിലെയും മൂന്നാറിലെയും ഊട്ടിയിലെയും ഹോട്ടൽ മുറികൾ നമ്മളുടെ ബന്ധത്തിന്റെ കഥ പറയും. വാ, നമുക്ക് പോകാം. പൂജ, നീ എവിടെയാണേലും ഞാൻ അവിടെ എത്തും പൂജ. ദൈവത്തെ ഓർത്തു എന്റെ പിറകെ നടന്നു ഇനിയും നിങ്ങൾ ശല്യം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും, പ്ലീസ്. ഫാദർ ഡൊമിനിക്കിന്റെ അനാഥാലയത്തിൽ നിന്നും എന്റെ ജീവിതത്തിലേക്ക് വന്ന നിനക്ക് ഇത്രയും മാറാൻ എന്ത് സംഭവിച്ചില്ല? അനാഥ മന്ദിരമോ? ഞാൻ അനാഥയൊന്നുമല്ല. എനിക്ക് ചേട്ടനും ഡാഡിയും മമ്മിയും എല്ലാം ഉണ്ട്. ആ വരുന്നത് എന്റെ ചേട്ടനും ഡാഡിയോ. നിങ്ങൾ ഒന്ന് പോവും, ദയവ് ചെയ്തൊന്ന് പോവും, പ്ലീസ്. ഞാൻ പറയാം, സത്യങ്ങൾ പറയാൻ എനിക്കാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു താലിച്ചെറുകന്റെ ബന്ധമില്ലെന്നേ ഉള്ളൂ. ഇവൾ എന്റെ ഭാര്യയാണ്. ഇവൾ നിങ്ങളുടെ ഭാര്യയോ? അതെ, ഇവൾ എന്റെ ഭാര്യയാണ്. ഞാൻ കുറെ ദിവസമായി എന്റെ പുറകെ നടന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറയുവാ. നമ്മുടെ മോളുടെ വീട്ടിലുമാണ്. ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരുന്നോ? ഒന്നും അറിയണ്ടല്ലോ. എന്താണ്, എന്ത് പറ്റി? ഡാഡിയും മമ്മിയും കൂടി അവളെ ലാളിച്ച് വഷളാക്കി ഈ
അവസ്ഥയിൽ എത്തിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഫാഷൻ ഡിസൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് അവള് ചെന്നൈക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ അതും നിങ്ങൾ സമ്മതിച്ചു. നാണക്കേട് കാരണം മനുഷ്യൻ പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ശരിയാ, നാട്ടുകാർ പറയുന്ന കഥകൾ കേട്ടാൽ. വല്ലവരും പറയുന്ന കള്ളക്കഥകൾ കേട്ട് നമ്മുടെ മോളെ നമ്മൾ വിഷമിപ്പിക്കരുത്. എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് അവൾ പഠിത്തം ഉപേക്ഷിച്ച് വന്നത് ചെയ്ത തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു. ശരിയാടാ, നീ പറഞ്ഞ ശരിയാ. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൾ കളിച്ച നാടകമായിരുന്നു റാഗി. അയാൾക്ക് മുന്നിൽ തുണിയുരിഞ്ഞ് ഫോട്ടോകൾക്ക് പോസും ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരെ പോലെ കഴിയുകയായിരുന്നു എന്ന സത്യം അറിയാൻ ഇനി ആരും ബാക്കിയില്ല. ഇല്ല, എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ അവളുടെ അമ്മയായതുകൊണ്ടായിരിക്കും. വല്ലവരുടെയും കൂടെ കറങ്ങി നടന്നിരുന്ന പെണ്ണിനെ എന്റെ മകന് വേണ്ടാന്ന് അവന്റെ പപ്പ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് നിശബ്ദനായി കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മോളെ, എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് മമ്മയ്ക്കറിയാം. എങ്കിലും ചോദിക്കുക, കേട്ടതൊക്കെ ശരിയാണോ? അപ്പൊ മമ്മിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? അവൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. എന്ത് ചോദിച്ചാലും മൗനം മാത്രം. ഞാനും അവളെ കുറ്റപ്പെടുത്തി മാത്രം സംസാരിച്ചു. ഒരുപക്ഷെ അവളുടെ ഭാഗത്തും ശരിയുണ്ടായിരിക്കാം. അവൾ നമ്മുടെ മോളല്ലേ. തെറ്റ് ചെയ്തെങ്കിൽ കൂടി അത് തിരുത്തി നമ്മളല്ലേ അവളുടെ കൂടെ നിൽക്കേണ്ടത്. നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് അവൾക്കിപ്പോൾ വേണ്ടത്. ലീന, നീ അവളുടെ അടുത്തേക്ക് ചെല്ല. ഞാൻ ഡോക്ടർ ദേവവർമ്മ. കയറി വരൂ. ഞാൻ സിറ്റിയിലെ ധന്യ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് ആണ്. ഇതിനു മുമ്പ് ചെന്നൈ ജാനകി ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർ വന്നത് എന്റെ സഹോദരിയുടെ മകൻ കാരണം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും വിശ്വസിച്ചതുപോലെ സ്നേഹ തെറ്റുകാരിയല്ല. ഇവിടെ വെച്ച് കാണുന്നതിന് മുമ്പ് അവർ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. എന്റെ ചേച്ചിയും ഭർത്താവും ചെന്നൈയിലാണ്. അവരുടെ ഏക മകനാണ് സൂര്യകിരൺ. അവൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. പരസ്യചിത്രങ്ങൾക്ക് മോഡലായി അവൻ കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു പൂജ. അനാഥ മന്ദിരത്തിൽ നിന്നും മോഡലിംഗ് രംഗത്തേക്ക് വന്ന പൂജയും സൂര്യകിരണും ചെയ്യാനാവാത്ത വിധമാണ്. Oh,
ഒരു ദിവസം ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ടൗണിൽ ട്രാഫിക് ജാം. ആരോ പറഞ്ഞതനുസരിച്ച് ഒരു പോക്കറ്റ് വഴിയിലൂടെ ഇവർ പോയി. എനിക്ക് മതി. ഇനി കഴിച്ച വീട്ടിൽ ചെല്ലുമ്പോ അവള് വാതിൽ തുറക്കൂല. എന്റെ കുര്യാക്കോസേട്ടൻ ഇതും കൂടെ കഴിച്ചിട്ട് പോയാ മതി. പെണ്ണുപിള്ളയോട് പോകാൻ പറ. അല്ല പിന്നെ നമ്മളെ ഈ തമിഴ്നാട്ടിൽ വന്ന് രാത്രി കന്ന് കഷ്ടപ്പെടേ ഒരു സന്തോഷത്തിലേ കഴിക്കുന്നത്. വീട്ടിലോട്ട് പോകാൻ പറ. കറക്റ്റ്. നമ്മുടെ ഇഷ്ടങ്ങളെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം. അങ്ങനെ പറ. ഈ മദ്യം കണ്ടുപിടിച്ചവനെ കണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. കുര്യാക്കോസേട്ടൻ എന്തിനാ കരയണേ? കുര്യാക്കോസേട്ടൻ ഞങ്ങളില്ലേ? സന്തോഷിക്കേണ്ട ഈ സമയത്ത് കരയാനാണെങ്കിൽ കുര്യാച്ചാരനുമായിട്ട് ഒരു കമ്പനിയില്ല. ദൈവം തമ്പുരാൻ നമ്മളെയൊക്കെ പഠിച്ച് ഇങ്ങോട്ട് വിട്ടത് എന്തിനാ? നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വിട്ടേക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ചിലവർക്ക് തെറ്റായിട്ട് തോന്നും. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ അദ്ദേഹം ചോദിക്കും, നിന്നെ എന്തിനാടാ ഈ ഭൂമിയിലേക്ക് പറിച്ചു വിട്ടതെന്ന്. അപ്പോഴേ നേരെ ഒത്തിരി വൈകി. എനിക്ക് രാവിലെ വണ്ടിയോട്ടമുള്ള. ഇതുകൂടെ ഒന്ന് കഴിച്ചിട്ട് പോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സന്തോഷമല്ലേ വലുത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോണം. വീട്ടിൽ പോണം. എനിക്കും വീട്ടിൽ പോണം. കുര്യാക്കോസേട്ടനെ വീട്ടിൽ കൊണ്ട് വിശ്വത്തെ പോകാവൂ. കുര്യാക്കോസേട്ടനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകണം. ഓക്കെ.
മനോനിലം തെറ്റിയ അവന് പൂജ മരിച്ചു എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു മാറ്റത്തിനായി ഞാനും സൂര്യകിരണും നാട്ടിലേക്ക് പോകും. ഗ്രാമത്തിന്റെ ശാരീരിക സൗന്ദര്യം പകർത്താൻ അവൻ ക്യാമറയുമായി നടന്നു. അതിനിടയിലാണ് അവൻ സ്നേഹയെ കണ്ടുപിടിച്ചത്. പൂജയുടെ അതേ രൂപധാദൃശ്യം സ്നേഹയിൽ അവൻ കണ്ടു. സ്നേഹ പൂജ തന്നെയാണെന്ന് അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ബൈ ദ ബൈ, ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ കൂടി സംസാരിക്കാനുണ്ട്. സ്നേഹയെ വിവാഹം കഴിക്കാനിരുന്ന വിവേകിനെ ഞാൻ കണ്ടിരുന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഈ വിവാഹത്തിന് ഒരുക്കമാണെന്നാണ് അവൻ പറഞ്ഞത്. സത്യം അന്വേഷിക്കുക പോലും ചെയ്യാതെ ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയ അയാൾ ഇനി എനിക്ക് വേണ്ട. പരസ്പരം മനസ്സിലാക്കാത്തവർ തമ്മിലുള്ള വിവാഹത്തിന് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? പാശ്ചാത്യ സംസ്കാരം വേരുറപ്പിച്ച ഈ കാലഘട്ടത്തിൽ ഏതൊരാളുടെയും വിവാഹത്തിന് മുമ്പുള്ള ചരിത്രം അന്വേഷിച്ചു പോയാൽ മഹാഭൂരിപക്ഷത്തിന്റെയും വിവാഹമേ നടക്കില്ല. സോറി, ഒരു സൈക്കാട്രിസ്റ്റായ ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ ശരി, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്കിൾ, സൂര്യകിരണന്റെ പൂജയാവാൻ ഞാൻ ഒരുക്കമാണ്. മോളെ, നമ്മുടെ മതം ഇത് അംഗീകരിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ മതം മണ്ണാങ്കട്ട. സൂര്യകിരൺ പൂജ എത്രമാത്രം സ്നേഹിച്ചോ ആ സ്നേഹം എനിക്ക് വേണം. സ്നേഹേ, ഞാൻ സ്നേഹയല്ല, പൂജയാ. ഇന്ന് മുതൽ സൂര്യകിരണിന്റെ പൂജ.